കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രാവിലെ കിളിക്കൂട്ടിലെ എല്ലാവരും ഓരോ ജോലിയിലാണ്. ഹരീഷയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു, അതുപോലെ നികേഷ് എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിധിയാണെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുക്കണം. അപ്പോഴാണ് സുഭാഷ് ചായയായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാണെന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാം സുഭാഷ് ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ടിരിക്കുമ്പം ഹരീഷ് പറയുന്നുണ്ട്, ഇതുവരെ സുധീഷ് ചേട്ടൻ വന്നില്ലല്ലോ. സുധീഷ് ചേട്ടനാണെങ്കിൽ ഇന്നലെ രാത്രി പിണങ്ങിപ്പോയതാണല്ലോ എന്ന് പറയാണ്. ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, വന്നില്ലയോ? അപ്പം നികേഷ് പറയാണ്, അത് വിഷമിക്കേണ്ട, അത് എന്നും അങ്ങനെയാണ്. ഇവിടുന്ന് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ കാറിൽ പോയി കിടക്കും. കാറിൽ പോയി കിടന്നിട്ട് രാവിലെ ആകുമ്പോഴേ വരത്തുള്ളൂ. ഇനി വന്നോളൂ എന്ന് പറയാണ്. സുഭാഷ് പറയാണ്, എന്നെങ്കിൽ നീ ഒന്ന് വിളിക്കടാ നികേഷ് എന്ന് പറയുകയാണ്. അങ്ങനെ നികേഷ് ആണെങ്കിൽ സുധീഷിനെ വിളിക്കാൻ ഫോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത്? ഇവിടെ നിന്ന് വിളിക്കടാ. അതേട്ടാ ഇവിടെ ഇന്ന് റേഞ്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഫോൺ എടുത്തുകൊണ്ട് പോയി വിളിക്കുകയാണ്. അങ്ങനെ കുറേ നേരം റിങ് ചെയ്തിട്ട് സുഭാഷ് എടുക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഫോൺ വരുന്നുണ്ട്. സുഭാഷ് വിചാരിക്കുന്നുണ്ട്, ആഹാ രാവിലെ ഇപ്പം വിളി വന്നല്ലോ, എന്നെ കാണാത്തോണ്ടായിരിക്കും. ഇന്നലെ എന്തൊക്കെ ചീത്ത പറഞ്ഞത്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാണ് എന്നെ ചീത്ത പറഞ്ഞത്. അന്നേരം ആർക്കും ഒരു വിഷമമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ആയിട്ട് എന്നെ കാണാത്തോണ്ട് വിളിക്കുകയായിരിക്കും. അങ്ങനെ കുറേ വട്ടം വിളിക്കുമ്പോൾ നികേഷ് വിളിക്കുമ്പോൾ സുധീഷ് എടുക്കുന്നുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ രാവിലെ വിളിച്ചേ? അല്ല രാവിലെ ആയിട്ട് സുധീഷ് ഏട്ടനെ കണ്ടില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഇനി എന്തിനാണ് വരുന്നത്? എല്ലാവരെയും വായിരിക്കുന്നത് കേൾക്കാനില്ലേ ഞാൻ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് രാവിലെ നികേഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നികേഷ് പറയാണ്, അല്ല രാവിലെ കാണാത്തോണ്ട് വിളിച്ചെന്നുള്ളൂ, വരുന്നില്ലെങ്കിൽ വരണ്ട എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. സുധീഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ ഇങ്ങനെയാണോ പറയേണ്ടത്? വരുന്നില്ലെങ്കിൽ വന്നില്ല, കുഴപ്പമില്ല എന്നാണോ പറയേണ്ടത്? എന്തൊരു കഷ്ടം, ഞാൻ ചെന്നില്ലെങ്കിൽ ആർക്കും ഒരു വിഷമമില്ല എന്ന് വിചാരിക്കുകയാണ്. സുധീഷ് പറയാണ്, എന്നാലും വീട്ടിലേക്ക് പോവാം, രാവിലെ നിധിയെ കാണാതിരുന്നിട്ടൊരു വിഷമം പോലെ. അങ്ങനെ നിധി വീട്ടിലേക്ക് പോവുകയാണ്. സുധീഷ് പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് ഒരു ബൈക്ക് വന്ന് സുധീഷിൻ്റെ കാറിൽ ഇടിക്കുന്നത്. അപ്പോഴേ സുധീഷിനാകപ്പാടെ ദേഷിച്ചിരിക്കുന്ന സുധീഷിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടെ ആയപ്പോഴേ സുധീഷിനാകപ്പാടെ ദേഷ്യം കയറുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചാടി ഇറങ്ങി വന്നിട്ട് ചോദിക്കണം, എന്തുവാടാ ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്താ ഈ കാണിക്കുന്നത്? നിൻ്റെ കണ്ണ് ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, അതോ ബാക്കിലാണോ ഇരിക്കുന്നത്? എവിടെ നോക്കിയാൽ വണ്ടി ഓടിച്ചെന്നും പറഞ്ഞിട്ട് ഒത്തിരി ചീത്ത പറയുന്നുണ്ട്. സുധീഷിൻ്റെ കുഴപ്പം കൊണ്ടാണ് ചെന്ന് വണ്ടി തട്ടുന്നത്. എന്നാൽ സുധീഷ് അവരൊത്തിരി ചീത്ത പറയുന്നുണ്ട്. അവരും സുധീഷിനോട് ചൂടാവുന്നുണ്ട്. പോലീസ് കേസാക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, പോലീസ് കേസിൽ ആക്ക്, ഇത് ആരുടെ കുറ്റം നമുക്ക് അന്നേരം അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവസാനം പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്നിട്ട് കേസായി എല്ലാവരെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് സുധീഷ് അറിഞ്ഞത് സുധീഷ് ഈ വഴക്കുണ്ടാക്കിയതും ഇടിച്ചിട്ടതൊക്കെ എസ് പിയുടെ മോനെയാണെന്ന്. അപ്പോൾ സുധീഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ഓരോരോ പണികൾ വരുന്നത് അത് എസ് പിയുടെ മോനാണെന്ന് അറിഞ്ഞ പോലും ഇല്ല. വായി വരുന്നതെല്ലാം വിളിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുധീഷിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. സുഭാഷിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. സുഭാഷിൻ്റെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സുധീഷാണെങ്കിൽ വണ്ടി ഇടിച്ച് രണ്ടുപേരും ഇടിച്ചിട്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം സാറേ എന്താ പറ്റിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പോലീസ് പറയുന്നുണ്ട്, സുധീഷിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ ഹരീഷും സുധീഷും കൂടെ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പം അവിടെ വരുമ്പോൾ ഉടനെ സുധീഷിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ അറിയാതെ വണ്ടി ഒന്നും തട്ടി, അത് എസ് പിയുടെ മോനായിരുന്നെന്ന് പറയുകയാണ്. അതാ ഇത്ര വലിയ ഗുലുമാലായെന്ന് സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് പറയുകയാണ്. ഇപ്പോൾ കേസാക്കുമെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യവും സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നേരെ CI കയറി കാണുകയാണ്. അപ്പം പറയുന്നുണ്ട്, സാറേ അറിയാതെ പറ്റിയ ഈ പ്രാവശ്യത്തേക്കൊന്ന് വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അപ്പം CI പറയാണ്, അതെങ്ങനെ അവരെ ഇടിച്ചിട്ട് അവരെ നരഹത്യയാണ് ഇയാൾ ചെയ്യാൻ നോക്കിയത്, അത് എസ് പിയുടെ മോനെ എന്ന രീതിയിലാണ് കേസ് വന്നിരിക്കുന്നത്. മിക്കവാറും ഇവൻ 10 വർഷം അകത്ത് കിടക്കേണ്ട രീതിയിലൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സുധീഷിൻ്റെ കാര്യം ആകെപ്പാടെ കഷ്ടത്തിലാവുകയാണ്. അവസാനം ഹരീഷിനാണെങ്കിൽ അറിയാവുന്ന ഒരു വക്കീലിനെ വിളിച്ച് അങ്ങോട്ട് വരുത്തുന്നുണ്ട്. അങ്ങനെ വക്കീലാണെങ്കിൽ CI അടുത്ത് സംസാരിക്കുന്നുണ്ട്. CI അടുത്ത് സംസാരിക്കുമ്പോൾ CI പറയുന്നുണ്ട്, ഇത് കേസാക്കുന്ന അവർ വലിയ പ്രശ്നമാക്കാൻ ഇടിച്ചിട്ടതും പോലെ വായിത്തോന്ന ചീത്തയെല്ലാം വിളിച്ച് പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. അപ്പം ആ കാര്യം സുധീഷിനോട് വക്കീൽ ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷും ഹരീഷും എല്ലാവരും കൂടെ ചേർന്ന് സുധീഷിനെ പുറത്തിറക്കാൻ നോക്കുന്നുണ്ട്.